ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് എൻ്റെ കരിയർ എത്ര സേഫ് ആണ് എന്നുള്ളതിനെ കുറിച്ചാണ്. 3 കാർഡ് സ്പ്രെഡാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫാസ്റ്റിലെ കാർഡ് 9 ഓഫ് സോർട്സ് എന്ന കാർഡാണ്. ഈ കാർഡിൽ 9 എന്ന നമ്പർ പരിവർത്തനത്തിനെ കുറിക്കുന്നുണ്ട്. സോർട്സുകൾ എയർ എലമെൻറ്റും ഇൻ്റലക്ച്വലിനെയും കുറിക്കുന്ന കാർഡുകളാണ്. ഉത്കണ്ഠ, പേടി, സ്വപ്നം, ഭയം എന്നിവയും ഈ കാർഡിലെ സൂചനകളാണ്. നമ്മുടെ തലക്കെട്ട് ഇതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കരിയറിലെ സേഫ്റ്റിയെ കുറിച്ചിട്ടാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം അത് പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും അവിടെ നിങ്ങൾക്ക് സംതൃപ്തിയും സമാധാനവും കാണുന്നില്ല. ഉത്കണ്ഠയും ഭയവും നിങ്ങളിൽ നിഴലിക്കുന്നുണ്ട്. ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടാകും. കിടക്കയിൽ എണീറ്റ്, അതായത് ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുന്ന ഒരാൾ നെഞ്ചിലും കഴുത്തിലും ശിരസിലും കൂടി വാൾ തറഞ്ഞു കയറുന്നതും കാണാം. അനാവശ്യമായി വറി ചെയ്യുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് നോക്കിക്കാണുക. സ്വയം വിമർശിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുക. ആങ്സൈറ്റി ഒഴിവാക്കുക. ശരിക്കും പറഞ്ഞാൽ കാര്യഗൗരവമായി എടുക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. മനസമാധാനത്തോടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഇനി പ്രസൻറ്റിലെ കാർഡ് നമുക്ക് കാണുന്നത്, നിങ്ങൾക്ക് കാണാൻ കഴിയും, ക്യൂൻ ഓഫ് സോർട്സ് എന്ന കാർഡാണ്. ഇതും ഒരു എയർ എലമെൻറ്റിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഇതും സഫലീകരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. കഠിനമായ സത്യസന്ധത, തിരിച്ചറിവ്, ഇതൊക്കെ ഈ കാർഡിലെ സൂചനകളാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഭയാശങ്കകൾ മാറ്റി ഉണർവോടെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഫ്യൂച്ചറിലേക്ക് നോക്കിയിരിക്കുന്ന രാജ്ഞിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അവർ തൻ്റെ മുൻപിലുള്ള, അതിന് കാലാവസ്ഥയായാലും താൻ പറയുന്നത് അനുസരിക്കണം എന്ന ആജ്ഞ നൽകാൻ കഴിവുള്ളവരാണ്. ക്ലിയർ കട്ടായി ജഡ്ജ്മെൻറ്റ് ചെയ്യുക. കൃത്യമായി നിങ്ങൾക്കത് ചെയ്യാനുള്ള കഴിവുള്ളവരാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തായാലും നിങ്ങളുടെ അധികാരം ചെലുത്തുക. അതിനുള്ള പാടവം നിങ്ങൾക്കുണ്ട്. നേതൃത്വ പാടവം നിങ്ങൾക്കുണ്ട് എന്ന് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. കരിയർ സ്റ്റേബിൾ ആക്കുക. ഇനി ഫ്യൂച്ചറിലെ കാർഡ് നമുക്കിതാ കാണാൻ കഴിയുന്നുണ്ടാവും. 10 ഓഫ് കപ്സ് എന്ന ജലതത്വത്തെ കുറിക്കുന്ന കാർഡാണ്. 10 എന്നതും സഫലീകരണത്തിൻ്റെ കാർഡ് തന്നെയാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. സന്തോഷം പങ്കിടുന്ന ഒരു കുടുംബത്തിന് അവർ ആഘോഷിക്കുകയാണ്. കുടുംബ സന്തോഷം, കുടുംബ ഐക്യം, വൈകാരിക പൂർത്തീകരണം, ഇതൊക്കെ ഈ കാർഡിലൂടെ നൽകുന്ന സൂചനകളാണ്. സംതൃപ്തി ഇതിൽ നിഴലിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാവിയിൽ കരിയർ സ്റ്റെബിലിറ്റി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിനാൽ ഫാമിലിയിൽ സെറ്റപ്പ് ആകാനും സാധിക്കുന്നതായി കാണുന്നുണ്ട്. മനസ്സമാധാനവും സന്തോഷവും നിങ്ങൾക്കുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. യൂണിവേഴ്സ് ഈ കാർഡിലൂടെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇനി ഈ 3 കാർഡുകളും തമ്മിൽ ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ, പാസ്റ്റിലെ കാർഡിലെ മനസ്സിലെ അസ്വസ്ഥതകൾ മാറ്റി അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കി സ്വയം വിമർശനം ചെയ്യാതെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ നേതൃത്വ പാടവം ഉപയോഗിച്ച് മനസമാധാനത്തോടുകൂടി മുന്നോട്ട് പോവുക. അതിൻ്റെ ഫലം ഭാവിയിൽ നിങ്ങൾക്കുണ്ടാകും. പരിവർത്തനത്തിൻ്റെ പാതയാണ് കാണുന്നത്. അതിലൂടെ സഞ്ചരിച്ച് സബലീകരണത്തിലേക്ക് എത്തുക എന്നാണ് ഈ കാർഡുകൾ നിങ്ങൾക്ക് നൽകുന്ന സൂചന. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.